Assalamualaikum, welcome to this Peppercandy. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചി പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് 1/2 കപ്പ് ആട്ട ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഏറ്റവും കുറവായിട്ട് ചേർത്താൽ മതി. വെള്ളം കൂടുന്നതനുസരിച്ച് നമ്മുടെ പൂരി പൊരിക്കുമ്പോൾ എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ടിത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സവാള ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ മിൻസ്ഡ് ബീഫ് ചേർക്കുന്നുണ്ട്. അത് ഓൾറെഡി കുക്ക്ഡാണ്. അതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സവാളയ്ക്ക് മുൻപ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഈ ഫില്ലിങ് ഇടുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത്, കറിവേപ്പില അതല്ലെങ്കിൽ മല്ലിയിലയും ചേർക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഞാൻ കുക്ക് ചെയ്ത ബീഫിൽ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഈ ഫില്ലിങ്ങിൽ മസാലപ്പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഒരു ഇറച്ചിപ്പത്തിരിക്ക് 2 പൂരിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സൈസിൽ വെച്ചതിന് ശേഷം നടുക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ചുറ്റും അല്പം വെള്ളം നനച്ചൊന്ന് ഒരു നനവ് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത പൂരിന് മുകളിലേക്ക് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ കോഴിയടക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ. അതിൻ്റെ അത്ര ശരിയല്ല, ഞാൻ അതിനകത്ത് അത്ര പെർഫെക്റ്റ് അല്ല. അത് കാരണം ഞാനിവിടെ വേറൊരു ട്രിക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം സീലായിരിക്കുകയും ചെയ്യും, ഒരു ഭംഗി ഉണ്ടാവും. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ഇറച്ചി പത്തിരിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഒരുപാടെണ്ണം ഒരുമിച്ചിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരെണ്ണം വീതമായിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ക്രിസ്പി ആവാൻ വേണ്ടി നമ്മൾ അല്പം റവ ചേർത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് ഫ്രൈ ആകുമ്പോൾ നമുക്ക് 2 സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെയും തീർന്നിട്ടില്ല, ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ള ഇറച്ചിപ്പത്തിരിയിലെല്ലാം ഒരല്പം ഒരു സ്വീറ്റ്നെസ്സിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അതിനായിട്ട് 1 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ഇറച്ചിപ്പത്തിരിയുടെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തേക്കുന്ന ഭാഗമില്ലേ, അത് ഒരു ഫ്രൈങ് പാനിൽ ഒരല്പം എണ്ണയെന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് തിരിച്ചിട്ട് ആ ഒരു ഭാഗത്തും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എഗ്ഗ് മിക്സ്ചർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഇറച്ചിപ്പത്തിരിക്ക് ചെയ്യണം കേട്ടോ, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എരിവും മധുരമൊക്കെ ചേർന്ന് മലബാറിൻ്റെ തനതായ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.